ഇഫ്താർ സമയത്ത് വിശപ്പും ദാഹവും എല്ലാം മാറിക്കിട്ടുന്ന നല്ലൊരു കൂളായിട്ടുള്ള ഒരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വരവ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലൊന്ന് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ആ പാല് ചൂടാകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പാലിൽ നിന്ന് കുറച്ച് ഈ ഒരു കസ്റ്റർഡ് പൗഡറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കസ്റ്റർഡ് പൗഡർ ഒട്ടും കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ആ പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു പാലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാലൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പാലിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 6, 7, 8 നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ കസ്റ്റർഡ് മിക്സ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. കസ്റ്റർഡ് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ കൈവിടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ കസ്റ്റേർഡ് പോയിട്ട് അടിയിൽ കിടന്നിട്ട് കട്ടിയായി അടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. ഒരുപാടൊന്നുമില്ല, നമ്മൾ ഒരുപാട് കസ്റ്റേർഡ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല. ഈ 1.5 ടേബിൾ സ്പൂണിൽ കൂടുതൽ കസ്റ്റേർഡ് പൗഡർ ചേർക്കുകയും ചെയ്യരുത് കേട്ടോ. കാരണം ഇത് നമുക്ക് കുടിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിക്നെസ് മതി, ഒരുപാട് അങ്ങ് തിക്കായി പോവേണ്ട. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. 1-2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുക്കണം കേട്ടോ. ഇനി ആ ഒരു സമയത്ത് നമുക്കൊരു പാനിൽ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ചൊവ്വരി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. 1/2 കപ്പാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ടൈപ്പിലുള്ള ചൊവ്വരി ഉണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ആ ഒരു വെള്ളം ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ അത് എത്രത്തോളം ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 10 അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 15 മിനിറ്റ് അത്രയും മതിയാവുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല പശയുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ പശ മുഴുവൻ കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ചൂടോടുകൂടെ തന്നെ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ല തണുത്ത വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് അതിൻ്റെ പശ മൊത്തത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് 2-3 തവണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഓരോ ചൊവ്വരിയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതവിടെ മാറ്റി വെക്കുക. ഇനി അതേ സമയം തന്നെ വേറൊരു ചെറിയൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 10 മിനിറ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ കസ്കസൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അതവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതാ ചിക്കു ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. ചിക്കു തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ഫ്രൂട്ടാണോ ഇഷ്ടം ആ ഒരു ഫ്ലേവറിലുള്ള ഫ്രൂട്ട് എടുക്കാം. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ചിക്കു ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കണ്ടൻസ് മിൽക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. കണ്ടൻസ് മിൽക്ക് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നല്ല പേസ്റ്റ്, വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് മിക്സ്, പാലിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഫ്രൂട്ടിൻ്റെ മിക്സ്, ചിക്കുവിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ആ ഒരു കണ്ടൻസ് മിൽക്ക് ചേർത്ത സമയത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചൊവ്വരി ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പശ പോയെങ്കിൽ മാത്രമേ ഇത് നല്ല, അല്ലെങ്കിൽ പശയോടുകൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടെ ഇത് തിക്കായി പോകും. അപ്പോൾ നമുക്ക് കുടിക്കാനൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള കസ്കസ് ഉണ്ടല്ലോ, അതും ഈ ഒരു മിൽക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ എടുത്തത് കംപ്ലീറ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ആപ്പിള്, അനാറ് അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 കളറിലുള്ള മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലാക്കും അതുപോലെ ഗ്രീൻ കളറിലുള്ള മുന്തിരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അനാറ്, ഞാൻ പറഞ്ഞല്ലോ അനാറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നട്ട്സ്, ഇഷ്ടമുള്ള നട്ട്സ് കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കടിക്കാനും കൂടി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത്രയായാലും നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ല കൂളായിട്ട് നല്ല വിശപ്പും ദാഹവും ഒക്കെ മാറാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തണുപ്പിക്കാതെ നമ്മൾ ചൂടോട് കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. തണുപ്പിച്ചിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്